ഉണ്ട്. വെറുതെ പേടിക്കൽ മാത്രമല്ല. മോക്ഷയുടെ ഫൈറ്റുകളൊക്കെ പടം ഒരു ഗംഭീര ഒരു ഹൊറർ പടം. ഹൊറർ ജോണറിൽ വന്നെങ്കിലും ഇതൊരു ഹൊറർ, ഫാമിലി, പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, എല്ലാ തരത്തിലും എല്ലാ ജോണറിലും പെടുത്താവുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആക്ടിംഗ് വൈസ് ഒക്കെ എല്ലാവരും കിട്ടുന്നത് തന്നെ. അതായത് എല്ലാവരും പേര് ഞാൻ എടുത്തു പറയുന്നില്ല, പേര് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും അഭിനയിച്ച എല്ലാവരും, ജോണി ആൻ്റണി ആയാലും അതേപോലെ തന്നെ സുധീഷ്, അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഗുണമെന്ന് പറഞ്ഞാൽ, മെയിൻ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്തിട്ടുണ്ട് ഗംഭീരമാണ്. അതായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ തിയേറ്ററിലേക്കാണെങ്കിൽ ആ സൗണ്ടൊക്കെ നമുക്ക് വൈബ്രേഷൻ ഇല്ലേ, അത് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. വൈബ്രേറ്റ് ചെയ്യും കിടലായിട്ട് ആ സൗണ്ട് മിക്സിങ് ഒക്കെ ചെയ്തത്. തിയേറ്ററിൽ വന്ന തന്നെ എക്സ്പീരിയൻസ് ആണോ അല്ലേ? അതെ, ഇത് തിയേറ്ററിൽ അല്ലാണ്ട് വേറെ എവിടെയും, അതായത് OTT-യിലൊക്കെ ചെയ്താൽ അതിന് സൗണ്ട് മിക്സിങ് ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിൽ തിയേറ്റർ തന്നെയാണ് കിടലൻ. അതൊരു ഫൈറ്റ് സീനൊക്കെ എങ്ങനെയുണ്ട്? അതെ, ഇത് ഹൊറർ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, അതായത് ഹൊറർ ആണെങ്കിലും 4 ജോണറിൽ ഉൾപ്പെടുത്താം. അതായത് ഒരു ഫാമിലി ഹൊറർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, പിന്നെ കോമഡി, അങ്ങനെ ഒരു 4 ജോണറിൽ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. കാരണം അങ്ങനെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ വന്നേക്കുന്നത്. എന്തായാലും കൊള്ളാം. ഫൈറ്റിംഗ് എങ്ങനെയുണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്, ഫൈറ്റൊക്കെ ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. കാരണം സൗണ്ടൊക്കെ വരുമ്പോഴാണ് ഫൈറ്റിൻ്റെ ഒരു ഇത് നമുക്ക് എന്താ പറയുക, ഒരു ത്രില്ല് നമുക്ക് കിട്ടുള്ളൂ. കിട്ടും തന്നെ. മെയിലിനേക്കാൾ ഫീമെയിലാണ് ഫൈറ്റ് കൂടുതൽ പറയുന്നുണ്ടല്ലോ. അങ്ങനെ എനിക്ക് തോന്നിയില്ല, എല്ലാവരും ഈക്വലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്തായാലും അതായത് ഹൊററൊക്കെ വരുമ്പോൾ ഒരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ട് വരും. അത് എല്ലാ പടത്തിലുള്ള പോലെ ഇതിലും വന്നിട്ടുണ്ട്. മോക്ഷയുടെ കളരി ഫൈറ്റ് എങ്ങനെയുണ്ട്? എനിക്ക് ആളെ അറിയില്ല, മറ്റേ പേരെനിക്ക് അറിയില്ല, അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഫൈറ്റ് എങ്ങനെയുണ്ട് മോക്ഷയുടെ? രസം, അതായത് ഒരു കളരി ഫൈറ്റ് പറഞ്ഞല്ലോ. ഫൈറ്റ് വന്നിട്ടുണ്ട്. അത് കളരി സംഭവമൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. സിനിമ ചിത്തിനി നന്നായിട്ടുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന ഒരു ഹൊറർ മൂവിയിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. സാധാരണ ഹൊറർ മൂവിയിൽ നമ്മൾ കുറേ ഭയപ്പെടുത്തുക, നമുക്ക് എന്താ പറയുക, വിറങ്ങലിച്ചിരിക്കണം എന്നല്ലേ പറയാം. പക്ഷേ ഇതിൽ അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളും കൂടി, അതിനപ്പുറത്തേക്ക് കഥ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ടുണ്ട്. 2 ഹീറോയിൻസും ഈക്വലി, അതായത് മോക്ഷയായാലും ഏനാക്ഷി ആയാലും രണ്ടുപേരും നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പുതിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ദാറ്റ് വേ റിയലി നൈസ് മൂവി. അതൊക്കെ ഞാൻ പറയണോ, നന്നായിട്ടുണ്ട്. മോക്ഷ നമ്മൾ സാധാരണ ഫൈറ്റ് സീൻസ് നമ്മൾ കാണുമ്പോൾ സാധാരണ ഇപ്പോൾ പണ്ടൊക്കെ വിജയശാന്തി, ഇപ്പോൾ പുതിയ ആർട്ടിസ്റ്റുകളുടെ ഫൈറ്റ് സീൻസ് ഒക്കെ കാണുന്നത് പോലെയല്ല. ഇതിൽ ആ ഫൈറ്റ് മോക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ വേറൊരു രീതിയിലാണ്. അത് പ്രേക്ഷകർ കണ്ട് തന്നെ എൻജോയ് ചെയ്യണം. സത്യത്തിൽ ആ സീൻ കഴിഞ്ഞപ്പോൾ ആളുകൾ ശരി കൈയടിച്ചു. അത്ര നന്നായിരുന്നു ഫൈറ്റ്. Nice. Yeah, nice. It is really nice. Actually, it's actors, makers, Vijayan sir as a director, and with the teamwork, especially the post-production, all the actors it's tremendous. I feel so lucky that I am a part of a Malayalam film industry now. They are superb. I feel this is not, I am a part of a small part of a film. Inakshi, Aarati, I'm talking about the actresses and all the actors, senior actors, Sudhir sir, Johnny sir, Amit Chetan, my God, Amit Chetan, Vinay Chetan, extremely good. I'm so happy, and Vijayan sir, to see a film of Vijayan sir, this generation, and the VFX and the kind of elevation which I mean I'm so touched, and I really wish Chittini, if it was a real tale, if Abhaya, Nirbhaya, everyone, if they can come back and seek their own justice in our